3 കൊല്ലമായിട്ട് ഏതാണ്ട് 800 മില്യൺ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഡെയിലി യൂസ് വരെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറിക്കഴിഞ്ഞു. ഒരു ബോസിനോടൊരു കാര്യം ചോദിക്കണം, ഇതെങ്ങനെ പറയണം, ഇമെയിൽ റിപ്ലൈ അയക്കണം, ഇങ്ങനൊരാൾ ചോദ്യം ചോദിച്ചു അതിന് എന്ത് ഉത്തരം പറയണം, വാട്സപ്പ് മെസ്സേജ് ഇട്ടിട്ട് ഇതിന് റിപ്ലൈ എങ്ങനെ വേണം, അത്രയും മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ നമ്മൾ ഡിപ്പെൻഡൻസി എ ഐയിലേക്ക് വന്നു കഴിഞ്ഞു. ലെറ്റ്സ് ലുക്ക് അറ്റ് 1 മില്യൺ കമ്പനി. ഒരു ഇൻഡിവിജ്വൽ വിത്ത് 10 AI ഏജൻറ്റ്സ് ക്യാൻ ക്രിയേറ്റ് ദാറ്റ്. എല്ലാ മെഷീൻസിനെയും ഹ്യൂമനൈസ് ചെയ്തത് ഒരു ഹ്യൂമൻ ഇമോഷൻസോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതിന് കോണ്ടെക്സ്റ്റ് മനസ്സിലാവും. മില്യൺസ് ഓഫ് ഡേറ്റ ഈ ലാർജ് ലാംഗ്വേജ് മോഡലിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിത് എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ബിക്കോസ് എ ഐ ഇസ് ലേണിംഗ് ഇറ്റ് സെൽഫ്. നമ്മുടെ തിങ്കിങ് പ്രോസസ്സാണ് പ്രോംപ്റ്റിങ്, അല്ലാതെ വെറുതെ എന്തെങ്കിലും ഇട്ടുകൊടുക്കലല്ല. ഇതിന് മുമ്പ് 4 പേര് ചെയ്തിരുന്ന പണിയാണ് ഇന്ന് നമ്മൾ ലീൻ 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 എന്നൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ലീൻ സെറ്റപ്പിൽ നമുക്കിതൊക്കെ വേണ്ടേന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ എ ഐ ലോകത്തിലെ എല്ലാ ഫീൽഡുകളെയും ഒരു അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ആകെ കൺഫ്യൂസ്ഡ് ആണ്, ഡൗട്ട്ഫുൾ ആണ്. ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ്? കാരണം ഇപ്പോൾ മാസ്റ്ററിനെ കൊല്ലുന്ന റോബോട്ടിനെ നമ്മൾ കാണുന്നു. പിന്നെ എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് സങ്കടമാണെന്ന് പറയുമ്പോൾ ചാറ്റ് ജി പി ടി നമ്മളോട് തിരിച്ചു പറയാണ് പേടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളതല്ല. അപ്പോൾ ഈ ഇമോഷണൽ സാധനം ഈ മെഷീനിലേക്കൊക്കെ വരുമ്പോൾ എന്താണ് ഒരു നോർമൽ വർക്കിംഗ് സെക്ടർ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ അതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ അവരെ അതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഓൾറെഡി പല വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എ ഐ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് എനിക്ക് അറിയാം, ചാറ്റ് ജി പി ടി വന്നിട്ട് തന്നെ 3 കൊല്ലമായി. നമ്മളിപ്പോഴും ഇന്നലെ വന്ന പോലെയാണ് സംസാരിക്കുന്നത്. 3 കൊല്ലമായിട്ട് ഏതാണ്ട് 800 മില്യൺ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഡെയിലി യൂസ് വരെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറിക്കഴിഞ്ഞു. ഒരു തവണയെങ്കിലും ഒരു ദിവസം ഉപയോഗിക്കും. ഉപയോഗിക്കാതെ. അപ്പോൾ ഞാൻ പല വർക്ക്ഷോപ്സിലും ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, 25 ടൈംസ് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് ചോദിക്കും. 30-40% ആൾക്കാർ ഇപ്പോൾ 25 മെസ്സേജസ് ചാറ്റ് ജി പി ടിയിൽ ഇടുന്നുണ്ട് എല്ലാ ദിവസവും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ. ഒരു ബോസിനോടൊരു കാര്യം ചോദിക്കണം, ഇതെങ്ങനെ പറയണം, ഇമെയിൽ റിപ്ലൈ അയക്കണം, ഇങ്ങനൊരാൾ ചോദ്യം ചോദിച്ചു അതിന് എന്ത് ഉത്തരം പറയണം, വാട്സപ്പ് മെസ്സേജ് ഇട്ടിട്ട് ഇതിന് റിപ്ലൈ എങ്ങനെ വേണം, അത്രയും മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ നമ്മൾ ഡിപ്പെൻഡൻസി എ ഐയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സാധനം ഡിപ്പെൻഡൻ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ ആണെന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഡിപ്പെൻഡൻസി. നമുക്കൊരു തോന്നലുണ്ടാവും. ഇപ്പോൾ ഡിപ്പെൻഡൻസി ഒരിക്കലും ഒരു ഇൻഫീരിയർ പ്രൊഡക്റ്റിനോട് വരില്ല. ഒരു സുപ്പീരിയർ ഇൻ്റലിജൻസിനോട് മാത്രമേ നമുക്ക് ഡിപ്പെൻഡൻസി വരുള്ളൂ. പക്ഷെ അതൊരു എളുപ്പവഴി തേടൽ കൂടെയല്ലേ? ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒരു ദിവസം ഇതിന് മുമ്പ് ഒരു 10 പേര് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് 2-3 പേരൊക്കെ ചെയ്യുന്നത്. റൈറ്റ്? ഒരു മൾട്ടിപ്ലയർ ലെവലിലാണ് നമ്മൾ പോയിക്കൊണ്ടത്. ഒരു ഇൻഡിവിജ്വൽ സൂപ്പർ ഇൻഡിവിജ്വലായി മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ. ശരിയല്ലേ? ഇതിന് മുമ്പ് 4 പേര് ചെയ്തിരുന്ന പണിയാണ് ഇന്ന് നമ്മൾ ലീൻ 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 എന്നൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ലീൻ സെറ്റപ്പിൽ നമുക്കിതൊക്കെ വേണ്ടേന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് വി നീഡ് അസിസ്റ്റൻസ് അല്ലേ? റൈറ്റ്? നമ്മള് ഒരു ഫോൺ വരെ യൂസ് ചെയ്തത് എന്തോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഫോൺ നമുക്കില്ല. നമുക്ക് എഴുതി മാത്രമേ ഈ കത്തിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ കോണ്ടന്റ് പ്രൊഡക്ഷൻ നോക്കുമ്പോൾ BBC പണ്ടത്തെ ഒരു സെറ്റപ്പിൽ ഞാൻ കണ്ടു, 5 പേരാണ് ഒരു വാർത്ത ഫോളോ ചെയ്യുന്നത്. റൈറ്റ്? ഒരാൾ പോയി നിൽക്കും, ലൈറ്റ് നോക്കും, ഒരാൾ ആങ്കർ ചെയ്യണം, ഒരാൾ ക്യാമറ പിടിക്കുന്നു. ഇത് നിങ്ങളിപ്പോൾ ഒരാളാണ് പോകുന്നത്. വീഡിയോ ഉള്ള ക്യാമറയും വെച്ച് ഫോൺ വെച്ച് പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ലീൻ ക്രിയേറ്റർ എക്കോണമി വരുന്ന പോലെ തന്നെ നമുക്ക് എ ഐ വെച്ച് ഒരു ലീൻ പ്രൊഡക്ഷൻ എക്കോണമിയിലേക്ക് നമ്മൾ പോവാണ്. റൈറ്റ്? വിച്ച് മീൻസ് ഒരു ഇൻഡിവിജ്വൽ മേ ബി വിൽ റൺ 1 മില്യൺ ഓർ 2 മില്യൺ ഓർ 10 മില്യൺ. സാം ആൽട്ടൺ പറയുന്നത് 1 ബില്യൺ എന്നാണ്. ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പറയുന്നു, ലെറ്റ്സ് ലുക്ക് അറ്റ് 1 മില്യൺ കമ്പനി. ഒരു ഇൻഡിവിജ്വൽ വിത്ത് 10 AI ഏജൻറ്റ്സ് ക്യാൻ ക്രിയേറ്റ് ദാറ്റ്. ഇത് നല്ല കാര്യമല്ലേ ശരിക്കും പറഞ്ഞാൽ? പോസിബിലിറ്റിയാണ് ഞാൻ പറയാം. പോസിബിലിറ്റീസ് ആണ്. പക്ഷേ ഇതിനെ നമുക്ക് പല രീതിയിൽ കാണുന്നുണ്ട് ആൾക്കാർ. പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പോൾ ഒരു ഒരു എ ഐ ഹെൽപ്പിന് വേണ്ടി വരുമ്പോൾ ആ കമ്പനിയിലെ ബാക്കിയുള്ളവരെല്ലാവരും വേറൊരു ജോബിലേക്ക് അസൈൻ ചെയ്ത് അവരെ സേഫ് ആക്കുമെന്നൊരു ബോധ്യം അവർക്കുണ്ടാവണം. അല്ലേ? ഇപ്പം എല്ലാവരും പേടിക്കുന്നത് പണ്ട് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകുമെന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇന്ന് എ ഐ ഉപയോഗിച്ച് പലരും ചെയ്യാൻ പഠിക്കുമ്പോൾ അടുത്തത് എനിക്ക് എ ഐ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ജോബ് പെർഫെക്റ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ജോബ് ഈസിയർ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഒരു എംപ്ലോയറിന് ഇയാളെ വേറെ ഒരു പരിപാടിയിലേക്ക് വേറൊരു ഒരു സെക്ഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ബോധം അയാൾക്കൂടെ കിട്ടിയാലേ ഈ പേടി മാറത്തുള്ളൂ. ഇത് മനുഷ്യരുടെ സാധ്യതകൾ കുറയുന്നുണ്ടോ? ഇതെല്ലാം ഇപ്പോൾ നമ്മളതെല്ലാം സെമി ഓൺട്രപ്രനറിയൽ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എംപ്ലോയി മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ്. ഇപ്പോൾ എംപ്ലോയി മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വേറൊരാളൊരു സൊല്യൂഷൻ അവർക്ക് ഓഫർ ചെയ്യുമെന്നുള്ള ഒരു ആശയിലാണ് അവരിയ്ക്കുന്നത്. ഓൺട്രപ്രനർ ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓപ്പർച്യൂണിറ്റിയും ഡൈനാമിക്സും എങ്ങനെയുണ്ട് അത് സെൻസ് മേക്കിംഗ് എന്ന് പറയും. അവരതിലേക്ക് മാറും. അവരതിലേക്ക് ഏതൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, മേ ബി 2 കൊല്ലത്തിൽ ഇതായിരിക്കും, അത് കണ്ട് അതിലേക്ക് കയറുന്ന ആൾക്കാരുണ്ട്. 2 തരത്തിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
എംപ്ലോയി മൈൻഡ് സെറ്റുള്ള ആൾക്കാരും വേണം. ഒരു എക്കണോമിയെ റൺ ചെയ്യുന്നത് ചിലപ്പോൾ എംപ്ലോയി മൈൻഡ് സെറ്റുള്ള ആൾക്കാർ കൂടിയായിരിക്കും. റൈറ്റ്? ഞാൻ അവരെ ഒരിക്കലും ചെറുതായി കാണുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്ക് എപ്പോഴും നമ്മൾ ഗൈഡൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇന്നത് വരുന്നുണ്ട്, ഇന്നത് പഠിക്കണം. അപ്പോൾ ഓൺടർപ്രനേഴ്സിന് ഒരിക്കലും ഗൈഡൻസ് ആവശ്യമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കുറേയൊക്കെ അവർ പ്രൊആക്റ്റീവ് ആയിരിക്കും. അതിനാണ് നമ്മൾ ഏജൻസി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ വാക്ക് തന്നെ ഉണ്ട് ഈ ഒരു തരത്തിലുള്ളൊരു അപ്രോച്ചിന്. ഇതുള്ളവർക്ക് AI ഒരു നാച്ചുറൽ പ്രോഗ്രഷനാണ്. നേരെ മറിച്ച് ബാക്കിയുള്ളവർക്ക് ഞാനിത് പഠിക്കണം, ഇത് പഠിച്ചാൽ മാത്രമേ എനിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഭയത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇതൊക്കെ കുറേ മാറി വരുന്നുണ്ട്. അല്ല ഇതൊക്കെ ആദ്യത്തെ കുറച്ച് 1 കൊല്ലത്തെ ഇതായിരുന്നു. ഇന്ന് കുറേയധികം ആൾക്കാർ പഠിക്കുന്നുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. ഇപ്പം ഈ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളെപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് എനിക്ക് ഇന്ന അസുഖമുണ്ടെന്ന് പറയരുത്. ഗൂഗിൾ ഡോക്ടർ ആവാൻ ശ്രമിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ചിലപ്പോൾ ഒരു AI ആപ്പ് നമുക്ക് തരുമായിരിക്കും. പക്ഷെ അത് റീസെൻ്റ്ലി കുറേ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി പറയുന്ന കാര്യങ്ങൾ വരെ അത് മനസ്സിലാക്കി നമ്മളോട് പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പനിയാണ്. പക്ഷെ നാളെ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. എനിക്ക് അതിനുവേണ്ടി കുറച്ച് ഹെൽപ്പ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ ChatGPT തരുന്ന ഒരു മറുപടിയും എനിക്ക് ഗിവ് മി 10 ക്വസ്റ്റ്യൻസ് അബൌട്ട് ഇന്ന പേഴ്സൺ എന്ന് കൊടുത്താൽ കിട്ടുന്ന മറുപടിയും ഡിഫറൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഇമോഷൻ വരെ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്പിന് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് കോണ്ടെക്സ്റ്റ് ആണ്. ശരിക്കും അത് നമ്മൾ പറയുന്ന ഇമോഷനാണ്. നമ്മുടെ ഭാഷയിൽ അത് ഇമോഷനാണ്. അല്ലെങ്കിൽ AIക്ക് അത് കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ഈ വ്യക്തി സിറ്റുവേഷൻ സിറ്റുവേഷൻ വളരെ ഡീപ്പർ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇമോഷൻ ഇല്ല കേട്ടോ. നമ്മളതിനെ അങ്ങനെ ഒരു അതൊക്കെ തോന്നുന്നതായിരിക്കും. See, നമ്മൾ റിലേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഈയിടെ ഒരാൾ പറഞ്ഞു, ഞാൻ അയാളോട് ചോദിച്ചെന്ന്. ChatGPTനെ ഉദ്ദേശിച്ച. ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാ മെഷീൻസിനെയും ഹ്യൂമനൈസ് ചെയ്യരുത്. ഒരു ഹ്യൂമൻ ഇമോഷൻസോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതിന് കോണ്ടെക്സ്റ്റ് മനസ്സിലാവണം. ക്ലിനിക്കൽ ലെവലിലുള്ള കോണ്ടെക്സ്റ്റ് അതിന് മനസ്സിലാവും എന്നുള്ളതാണ് ഇതിൻ്റെ അത്ഭുതം. ഇപ്പം ഹെൽത്ത് റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈയിടെ ഒരാളിനടുത്ത് പറഞ്ഞു അയാളുടെ ഫാദറിന് 4 ദിവസം ICUവിൽ ഇട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ഹാഡ് ടു കം ഫ്രം ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ നിന്ന് വന്നു, ഇൻഫർമേഷൻ ഇല്ല ഇതിനെ പറ്റിയിട്ട്. ആൾ പെട്ടെന്ന് ഒരു എമർജൻസി ആണല്ലോ, ഡോക്ടർമാരുടെ രീതിയൊക്കെ അങ്ങനെയാണ്. അത് നോക്കുന്ന സമയത്ത് ആകെ ഉള്ളത് ഈ തലേന്ന് എടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അത് കിട്ടി, PDF കിട്ടി, വാട്സപ്പിൽ കിട്ടി. ആളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ChatGPTയുടെ 5 മോഡൽ ഒരു മാസം മുമ്പ് അത് ഇട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഗിവ് മി 10 ക്വസ്റ്റ്യൻസ് വിച്ച് ഐ ക്യാൻ ആസ്ക് എ ഡോക്ടർ വിത്തൗട്ട് ഒഫെൻഡിങ് ഹിം. ഡോക്ടർമാർ ചില സമയത്ത് അത്ര ഈസി അല്ല. അല്ല. ഈ 10 ചോദ്യം വന്നപ്പോൾ ഇദ്ദേഹം പതുക്കെ ഡോക്ടറെ പോയിട്ട് അതിൽ ആദ്യത്തെ 3 ചോദ്യം ചോദിച്ചു. 3 ചോദ്യം ചോദിച്ച ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞെന്നറിയാം, നമുക്കൊരു നാളെ മറ്റന്നാളോടുകൂടി വി ക്യാൻ റിലീവ് ഹിം എന്നാണ് പറയുക. ബിക്കോസ് ഓരോ ചോദ്യത്തിനും കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. പേടിയല്ല ഉണ്ടായിരുന്നു. യൂഷ്വലി എന്താ ചെയ്യുക, നമ്മൾ ഇമോഷണലായിട്ട് ചോദിക്കും, ഡോക്ടർ എനിക്ക് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകണം, എന്തായിരിക്കും അച്ഛൻ, ഇങ്ങനെയൊക്കെയുള്ള ഇമോഷണൽ കോൺവെർസേഷൻ. ഇത് ഹൈലി കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ഡേറ്റ റിച്ച് ആയിട്ടുള്ള കോൺവെർസേഷൻ നമ്മൾ ഡോക്ടറായിട്ട് നടത്തിയതാണ്. വിച്ച് മീൻസ് ദാറ്റ് ഡോക്ടർ കൂടുന്ന കാര്യം മനസ്സിലായി ദാറ്റ് ഇതൊരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിന് വേണ്ടി നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു കേസ് അല്ലത്. എന്തോ കാര്യങ്ങൾ അറിയാം. സോ ChatGPT ഓർ എനി അതർ ടൂൾ ഫോർ ദാറ്റ് മാറ്റർ, AI ടൂൾസ് ആർ എംപവറിങ് പീപ്പിൾ അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്താ അറിയാം? ഇൻഫർമേഷൻ അസിമെട്രിയാണ്. ഒരാൾക്ക് അറിയാം, മറ്റേ ആൾക്ക് അറിയില്ല. ഈ ഒരു ഇൻഫർമേഷൻ അസിമെട്രിയിലാണ് കംപ്ലീറ്റ് ലെവറേജ് നടക്കുന്നത്. ഈ ഇൻഫർമേഷൻ അസിമെട്രി ഇല്ലാതാക്കാൻ പറ്റുമോ? മേ ബി നമുക്ക് തുനിഞ്ഞിറങ്ങി നടക്കും, പക്ഷെ കുറേ സമയം പിടിക്കും. കാരണം നമുക്ക് ആക്സസ് ഉണ്ടാവില്ല, നോളജ് ആക്സസ് ഉണ്ടാവില്ല, നമുക്ക് ആ മെൻ്റൽ മോഡൽ ഉണ്ടാവില്ല, ഇതാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടാവില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് ഇൻഫർമേഷൻ കേപ്പബിലിറ്റിയും ഡിഫറെന്റ് ആണല്ലോ. പല രീതിയിലുള്ള കേപ്പബിലിറ്റി ഡിഫറെൻ്റ് ആണ്. ഇത്തരത്തിൽ നമ്മൾ ഡൗട്ട് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ഇമോഷണൽ ആയിട്ട് കണക്ക് കൂട്ടുന്നത്. പക്ഷെ ചില ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് 1-2 പേരുണ്ട്. അവർ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ ഹായ് ഹൗ ആർ യു എന്ന് വെച്ചാൽ അത് ആ ഒരു ഇമോഷണലിൽ നമുക്കറിയാവുന്ന ഒരു ഫ്രണ്ട് എങ്ങനെയാണോ നമ്മളോട് ചാറ്റ് ചെയ്യുന്നത് ആ രീതി ചാറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ പൂക്കീസിലൊക്കെ വിളിച്ച് നമ്മൾ കളിയാക്കുമെങ്കിലും ഇപ്പോഴത്തെ ജെൻസീസ് ഒത്തിരി പേര് ChatGPT ഒരു ചാറ്റ് മോഡലായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് ഇമോഷൻ മനസ്സിലാക്കാൻ എങ്ങനെയായിരിക്കും പിന്നെ അത് ആ കോണ്ടെക്സ്റ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മളോട് പറയുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, ആ ഒരു ചാറ്റ് ബോട്ട് പോലെ അല്ലല്ലോ.
ഇപ്പൊ നമ്മൾ ആക്സിസ് ബാങ്കിന്റെ ചാറ്റ് ബോട്ടിനോട് നമ്മൾ ഹായ് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ കിട്ടുന്ന റെസ്പോൺസ് ആയിരിക്കില്ല ചാറ്റ് ചാറ്റ് ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുടെ ഇമോഷൻസ് അവര് കൊടുക്കുന്നതായിരിക്കും. രണ്ട് തരത്തിലാണത് റൈറ്റ്. അമ്മൻ അതിൻ്റെ ഒരു ചെറിയൊരു ബാക്കിന് നമ്മളിപ്പോൾ ഡ്രൈവിംഗ് മാത്രം പഠിച്ചാൽ പോരാ, ഇടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് കൂടി അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അതിന് വലിയ വ്യത്യാസമുണ്ട്. ജനറേറ്റീവ് എ ഐയിൽ നടന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുമ്പത്തെ എ ഐ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് ഡേറ്റ ഈ ലാർജ് ലാംഗ്വേജ് മോഡലിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിത് എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ബിക്കോസ് എ ഐ ഇസ് ലേണിംഗ് ഇറ്റ് സെൽഫ്. ഒരു സെൽഫ് ടീച്ചിങ് മെക്കാനിസത്തിലാണ് ഇത് പോകുന്നത്. രണ്ട്, ട്രെയിൻഡായി ഒരു ഹ്യൂമൻ ലൈക്ക് കോൺവെർസേഷൻ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ എ ഐ ആയിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി ഹ്യൂമൻ ലൈക്ക് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് വിക്കിപീഡിയ പോലെ ആവരുത്, വിക്കിപീഡിയ വായിക്കാൻ നമുക്ക് വിക്കിപീഡിയ പോയാൽ മതി, ഗൂഗിൾ സെർച്ച് പോലെ ആകരുത്. അതായത് മറിച്ച് ഒരു ഹ്യൂമൻ ലൈക്ക് കോൺവെർസേഷൻ, നേരത്തെ പറഞ്ഞ മാതിരി ആ റിയൽ ഫീൽ, നിങ്ങൾ പറയുന്ന മാതിരി ഇമോഷൻ ചാറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതിനെ ട്രെയിൻ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ChatGPT തുടങ്ങി ഇപ്പോൾ ഇതുവരെ 800 മില്യൺ യൂസേഴ്സ് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ യൂസ് ചെയ്യുന്നത് 2.5 ബില്യൺ സെർച്ചുകളാണ് എവറി ഡേ നടക്കുന്നത്. 2.5 ബില്യൺ സെർച്ചിൽ നടക്കുന്നത് വെറും സെർച്ചല്ല, ഒരു കോൺവെർസേഷനാണ്. റൈറ്റ്. കോൺവെർസേഷൻ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ എക്സൈറ്റഡ് ആവും, അടുത്ത ലെവൽ കോൺവെർസേഷനിലേക്ക് പോകും, ഫീഡ്ബാക്ക് കൊടുക്കും, ഇതല്ല വേണ്ടതെന്ന് പറയും. അതിനാണ് ഐട്രേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നടത്തുന്ന സമയത്ത് ഇത് വെറുതെ കേട്ടുകൊണ്ടിരിക്കുകയല്ല, ഇത് പഠിക്കുക. പലപ്പോഴും നമുക്കൊരാൾ ഫീഡ്ബാക്ക് തരുമ്പോൾ 10 ഫീഡ്ബാക്ക് തരുമ്പോഴാണ് നമ്മൾ ഒരെണ്ണം എടുക്കുന്നത്. എ ഐ ഓരോ ഫീഡ്ബാക്ക് കൊടുത്ത് വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് അൺസ്റ്റോപ്പബിൾ എന്ന് പറയാവുന്ന ഫോഴ്സസ് എന്ന് തോന്നുന്നു. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. രണ്ട്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ത്രൂ ഹ്യൂമൻ ഫീഡ്ബാക്ക്, RLHF എന്ന് പറയുന്ന ഈ സാധനം. ഇതിൻ്റെ ബ്ലെൻഡാണ് ശരിക്കും നമ്മൾ ഇന്ന് കാണുന്ന എ ഐയുടെ ഒരു റിയൽ പവർ എന്ന് പറയുന്നത്. ആൻഡ് അതാണ് ശരിക്കും നമുക്ക് തരുന്ന എക്സ്പീരിയൻസസ്. നമുക്ക് ചാറ്റ് എക്സ്പീരിയൻസസ് മുഴുവൻ അങ്ങനെയാണ് വരുന്നത്. അല്ല, അപ്പോൾ സൊല്യൂഷൻസ് ഒരുപാട് നമുക്ക് ചാറ്റ് ജി പി ടിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് പറ്റുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ചാറ്റ് ജി പി ടി വഴി നമ്മൾ അബദ്ധം പറ്റാനും സാധ്യതയുണ്ടല്ലോ, അതെങ്ങനെയാ? ശരിക്കും നമ്മൾ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ഐ ഈസ് ഗുഡ് ഇനഫ്. ഇപ്പോഴത്തെ എ ഐ മോഡൽസ് ആർ റിയലി ഗുഡ് ഇനഫ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പ്രോബ്ലം തന്നെ അറിയില്ല. റൈറ്റ്. പ്രോബ്ലം ഡിഫൈൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ പ്രോബ്ലം ഡിഫൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ വാക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ പലരും പറയും ചാറ്റ് ജി പി ടിയിൽ ഇട്ട് കൊടുത്തെന്ന് പറയാം. അങ്ങനെ മലയാളത്തിലെ വാക്ക് ഇട്ട് കൊടുത്തോ, ഇട്ട് കൊടുത്തിൽ മാത്രമല്ല, ഇത് പ്രോംപ്റ്റാണ്. ആ പ്രോംപ്റ്റ് എന്താണ്? റിയൽ പ്രോബ്ലത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഇമോഷണൽ പ്രശ്നത്തിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ വെറുതെ നമ്മുടെ ഫീലിംഗ് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മൾ ഒരു സ്ലൈറ്റ്ലി നമ്മൾ തന്നെ ആ സമയത്ത് ഡിറ്റാച്ച്ഡ് ആണോ? വാട്ട് ഈസ് എക്സാക്ട് പ്രോബ്ലം? ഇതാണ് കോണ്ടെക്സ്റ്റ്, ഇതാണ് സിറ്റുവേഷൻ, ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്, ഇതൊക്കെ എൻ്റെ കൺസ്ട്രെയിൻസ് ആണ്, ഇതൊക്കെയാണ് എൻ്റെ കണ്ടീഷൻസ്, ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് കുറച്ചും കൂടി അതിനൊരു ഡീപ്പർ കോണ്ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ അത് നമുക്ക് തരുന്ന റിപ്ലൈ എന്ന് പറയുന്നത് വെറുതെ സമാധാനിപ്പിക്കുന്ന റിപ്ലൈ അല്ല കേട്ടോ, റിയൽ സൊല്യൂഷനാണ് ലഭിക്കുന്നത്. അതുവരെ എന്തുകൊണ്ടാണ് കുഴപ്പമില്ല, ഒരു കോക്സിംഗ് എന്ന് പറയും. കോക്സിംഗ് എന്ന് പറയുന്നത് കുറച്ച് സൊല്യൂഷൻ ഇല്ല, പക്ഷേ ഇറ്റ് വിൽ ഓൺലി ഗിവ് യു സം റിലീഫ്. ശരിക്കുള്ള സൊല്യൂഷൻ നടന്നിട്ടില്ല, റിലീഫുണ്ട്. റിലീഫ് എന്ന് പറയുന്നത് അതിന് കോണ്ടെക്സ്റ്റ് ഇല്ലാത്ത സമയത്ത് തരുന്ന പരിപാടിയാണ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഉള്ള സമയത്ത് തരുന്ന പരിപാടിയാണ്. അപ്പോൾ ശരിക്കും പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു മെത്തേഡാണ് ശരിക്കും. അപ്പോൾ പല ആൾക്കാരും ചോദിക്കും അതിന് സയൻസ് ഉണ്ടോ ചോദിക്കും. ദർ ഇസ് എ സ്ട്രക്ചർ ഉണ്ട്. സയൻസ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ ഫോളോ ചെയ്ത് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അല്ല, അപ്പോൾ ഈ കറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് അത് നമ്മൾ എവിടെന്നാ പഠിക്കുക? അത് നമ്മളുടെ ഒരു ഇന്റലിജൻസ് ആണോ ഇന്നത് കൊടുക്കണം എന്നുള്ളത്? പല പ്രോപ്പർലി ക്യൂറേറ്റഡ് ആയിട്ടുള്ള പ്രോംപ്റ്റിംഗ് മെത്തേഡ്സ് ഇപ്പം നിലവിലുണ്ട്. ഇപ്പം നിങ്ങൾ ആളെ പോയിട്ട് ചാറ്റ് ജി പി ടി ചോദിക്കാം, റൈറ്റ്, ഐ വോണ്ട് ടു ലേൺ മൈ പ്രോംപ്റ്റിംഗ് ബെറ്റർ, ഗിവ് മീ എ പ്രോപ്പർ സ്ട്രക്ചർ ടു അണ്ടർസ്റ്റാൻഡ് പ്രോംപ്റ്റിംഗ് ആൻഡ് യൂസ് പ്രോംപ്റ്റിംഗ് ഓൺ എ ഡെയിലി ബേസിസ്. അതും ചാറ്റ് ജി പി ടി പറഞ്ഞുതരും. നമ്മൾ എന്തിനാണ് വേറെ സ്ഥലത്ത് പോയിട്ട് ഒരാളോട് ചോദിക്കേണ്ടത്? ഇപ്പോൾ പല ആൾക്കാരും ഞാൻ പല വർക്ക്ഷോപ്സ് നടത്തുമ്പോൾ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാൻ ഒന്ന് പോസ് ചെയ്യും. ഞാൻ പറയും, ഇത്രയും നിങ്ങൾ എൻ്റെ നിന്ന് കേട്ടിട്ട് നിങ്ങൾ അടുത്തൊരു ഇംപെർഫെക്റ്റ് ഹ്യൂമനോടാണ് ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് അഭിപ്രായം ചോദിക്കാം, ഫാക്റ്റ് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കാം, എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ല. എ ഐ ക്യാൻ ഗിവ് യു ഓൾ ദ ആൻസേഴ്സ്. ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഫാക്റ്റാണ്. പെർപ്ലെക്സിറ്റിയിൽ ചോദിക്കാം,
ചാറ്റ് ജി പി ടിയുടെ വെബ് സെർച്ച് ചോദിക്കാം. ചിലപ്പോൾ ചാറ്റ് ജി പി ടിയുടെ നോളജ് കട്ട് ഓഫ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ മൂവിയെ പറ്റി ചാറ്റ് ജി പി ടി ചോദിച്ചാൽ ചാറ്റ് ജി പി ടി വിൽ ഗോ ടു വെബ് സെർച്ച്. അതിൻ്റെ മോഡലിനോടല്ല അത് ചോദിക്കുന്നത്. അത് വെബ് സെർച്ച് പോയി ആ മൂവിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ക്യൂറേറ്റഡൊക്കെ ആയിട്ട് നിങ്ങൾ കൊണ്ട് തരുവാണ്. അത് റിട്രീവലാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഭാഷ വ്യത്യാസമുണ്ട്. ജസ്റ്റ് റിട്രീവ് ചെയ്യല്ല, നമുക്ക് വേണ്ട രീതിയിലാണ് റിട്രീവ് ചെയ്യുന്നത്. ലൈക്ക് ഗൂഗിൾ സെർച്ച് പോലെയല്ല. ദ പോയിന്റ് ഈസ് പ്രോംപ്റ്റ് മെത്തഡ് നമുക്ക് പഠിക്കാനുള്ള. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ചെറിയ കാര്യം ചെയ്യുക. നാളെ പോയിട്ട് ഗീവ് മീ എ മെഗാ പ്രോംപ്റ്റിംഗ് സ്ട്രക്ചർ. മെഗാ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഒരു പ്രോംപ്റ്റ് ഇല്ല, ബാഹുബലി ഓഫ് പ്രോംപ്റ്റ് ആണ്. റൈറ്റ്, പ്രോപ്പറായിട്ട് ചോദിക്കുന്നത്. അപ്പം അതിനകത്ത് പറയും ഗീവ് എ റോൾ ടു എ ഐ. അപ്പം നാളെ നിങ്ങൾക്ക് ഗീവ് മീ എ മാർക്കറ്റിംഗ് ഐഡിയ എന്നല്ല എ ഐയോട് പറയേണ്ടത്. റൈറ്റ്, ആക്ട് ലൈക്ക് എ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഹു ഹാസ് മീഡിയ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് നോസ് കോണ്ടന്റ് വൈറാലിറ്റി ഇൻ കേരള. റൈറ്റ്, സ്റ്റഡി അബൌട്ട് ദിസ് ആൻഡ് ഗീവ് മീ ഐഡിയാസ്. വ്യത്യാസം വന്നോ? മറിച്ച് നമ്മൾ എന്താ വെച്ചാൽ ആക്ട് ലൈക്ക് എ കോണ്ടന്റ് സ്പെഷ്യലിസ്റ്റ്. എനിക്കറിയില്ല നിങ്ങൾ കേരളത്തിൽ ഇരുന്നിട്ടാണോ ഇത് ചോദിക്കുന്നത്, ഏത് കോണ്ടെക്സ്റ്റിലാണെന്ന് അറിയില്ല. റൈറ്റ്, മറിച്ച് മലയാളം മീഡിയയിൽ കോണ്ടന്റ് വൈറാലിറ്റി ഉണ്ടാക്കുക. അപ്പോൾ എന്ത് ചെയ്യും? യു വിൽ ഗോ ആൻഡ് സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ടു ഡു ദിസ്. റൈറ്റ്, ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുമ്പോൾ അതൊരു തിങ്കിങ് പാർട്ട്ണറാണ്, നോട്ട് എ ടൂൾ. കാരണം ഈ ചാറ്റ് ജി പി ടിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനും കൂടി ഡെവലപ്പ് ആവുമല്ലേ ആക്ച്വലി. ബ്രില്യൻ. അത് തന്നെയാണ് ശരിക്കും വേണ്ടത്. അത് നമ്മളെപ്പോഴും ചാറ്റ് ജി പി ടി വെച്ചാണ് എല്ലാം ഹോംവർക്ക് ചെയ്യുന്നതല്ലേ, കുട്ടികളോട് ചോദിക്കാനുള്ള ചോദ്യമല്ലേ. അപ്പം നീ ഒന്ന് അടുത്ത കാലം പണ്ടൊക്കെ ആയിരുന്നു റിയൽ ടെക്സ്റ്റ് ബുക്ക്. ഒരു കുട്ടി പക്ഷെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ തന്നെ ഒരു പവറുണ്ട്. ഒരു സ്മാർട്ടായിട്ടുള്ള പ്രോംപ്റ്റിംഗ് ത്രൂ റിയൽ റിസൾട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയിലെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു എക്സാം നടത്തി. ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എക്സാം നടത്തിയപ്പോൾ എല്ലാവരും ചാറ്റ് ജി പി ടി വെച്ച് ഉത്തരം കണ്ടുപിടിച്ചു. അപ്പോൾ ഉത്തരത്തിൻ്റെ ക്വസ്റ്റ്യൻ്റെ അവസാനത്തെ ഇൻസ്ട്രക്ഷൻ എന്താ അറിയോ? ഇനി നിങ്ങൾ ആ ചാറ്റ് ജി പി ടി ത്രെഡ് മാത്രം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ത്രെഡിൽ എങ്ങനെയൊക്കെയാണ് ഒരു ചോദ്യം ചോദിക്കണം എന്നുള്ളതാണ് ബേസിസ്ഡാണ് ഈ വാല്യുവേഷൻ. വാല്യുവേഷൻ അപ്പം ഇവർ ഞെട്ടിപ്പോയി. ഇവർ വിചാരിച്ചു ഓയ്യോ ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ് ബെറ്റർ. റൈറ്റ്, നൗ ദ പ്രോംപ്റ്റിംഗ് ഹൗ ഐട്രേഷൻ നടത്തി എന്തൊക്കെ തരത്തിലുള്ള ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, അവരുടെ തിങ്കിങ് പ്രോസസ്സ് മുഴുവൻ അതിനകത്ത് വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തിങ്കിങ് പ്രോസസ്സാണ് പ്രോംപ്റ്റിംഗ്, അല്ലാതെ വെറുതെ എന്തെങ്കിലും ഇട്ടുകൊടുക്കലല്ല.